അപ്പോൾ ഇരിങ്ങാലക്കുടയ്ക്ക് നമ്മൾ പോവാണ് ദോശ കഴിക്കാനായിട്ട്. പിണക്കക്കാരനാണ് അവന് വെജ്. ഇരിങ്ങാലക്കുട ഫ്ലവർ ഷോ ഞാൻ പറഞ്ഞിരുന്നേ, അപ്പോൾ അത് കാണാനായിട്ട് വന്നിരിക്കുന്നത്. ആലു പക്കോട നല്ല ടേസ്റ്റാണ്. ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ നൈറ്റാണ്. ഞങ്ങൾ ദോശ കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ദോശ കഴിക്കാനായിട്ടൊരു തോന്നല്, ഇടയ്ക്ക് പോകാറുണ്ട് അങ്ങനെ. അപ്പോൾ ഇന്നിപ്പോൾ ദോശയാണോ കഴിക്കുക? പലപ്പോഴും ദോശ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ദോശയാവില്ല കഴിക്കുക, വേറെ എന്തെങ്കിലും കഴിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ദോശ കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഇറങ്ങണേ. അപ്പോൾ ഇരിങ്ങാലക്കുടയ്ക്ക് നമ്മൾ പോവാണ് ദോശ കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി വ്ളോഗാണോ വലിയ വ്ളോഗാണോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ 1-2 ദിവസത്തെ വീഡിയോസൊക്കെ ആവും ഇനി നമ്മൾ ചിലപ്പോൾ ഇടുന്നുണ്ടാവുക. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ട്യൂസ്ഡേ ആൻഡ് സാറ്റർഡേ വൈകിട്ടൊരു 5 മണിക്കൊക്കെയാണ് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് എന്ന് ഞാൻ വിചാരിക്കണേ, അറിയില്ല. അപ്പോൾ 1-2 ദിവസത്തെ വിശേഷങ്ങളും ചിലപ്പോൾ പെടുത്തിയിട്ടായിരിക്കും നമ്മൾ എന്താ പറയുക വീഡിയോസ് ഇടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തായാലും ദോശ കഴിക്കാനായിട്ട് പോവാം. സോ ഓൾ സെറ്റ് പോവാണേ. റെഡിയായി, റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ദോശ കഴിക്കാനായിട്ട് പോകാം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യണേ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും. ഓക്കെ, ഗൈസ് ഞങ്ങളിതാ ഈ ഒരു പ്യുവർ വെജ് എന്ന് പറഞ്ഞിട്ടുള്ള മധുരൈ ഹോട്ടലിലേക്ക് ആണ് വിചാരിക്കണേ. ഇനിയിപ്പോൾ നോക്കട്ടെ ഗൈസ്. ഞങ്ങളപ്പോൾ ഇതാ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഒരാളിതാ പിണങ്ങിയിരിക്കുക, ഫോൺ വാങ്ങിച്ചതിന് പിണക്കം. അപ്പോൾ എന്താണ് ഓർഡർ ചെയ്യണേന്നുള്ളതാണ്. എന്താ അതൊന്നുമല്ല, പിണക്കക്കാരനാണ് അവന്. വെജ് കഴിച്ച് പഠിക്കണം, നോൺ വെജ് മാത്രം പറ്റില്ല. വേണ്ട, എപ്പോഴും നോൺ തന്നെ പറ്റില്ലല്ലോ, വെജ് കഴിക്കണം. പിന്നെ ബിരിയാണി ഗൈസ്. ഇതിൽ ഇഡ്ഡലി വെറൈറ്റീസ് ഉണ്ട്, ദോശ വെറൈറ്റീസ് ഉണ്ട്. അടുത്തോട്ട് പോയാ മാജിക് ഗൈസ്. ഞാനപ്പോൾ ഓർഡർ ആക്കിയത് ഗീ ഇഡ്ഡലി പൊടി, അതിൻ്റെ കൂടെ സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, അതിൻ്റെ ചമ്മന്തി. ടേസ്റ്റ് ചെയ്യാം. Owl milk. Taste it took 1 hour to build. എങ്ങനെയുണ്ടെന്ന് പറയും. ഐസ്ക്രീം അല്ല കഴിക്കാൻ പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ്. എനിക്കറിയാം വയർലെസ് ഇതൊക്കെ ഞാൻ മനസ്സിലുണ്ടായിരുന്ന ഐസ്ക്രീം പിന്നെ ഇവിടെ ബനാന പിന്നെ ഇവിടെ അത് പിന്നെ അതിൻ്റെ ടേസ്റ്റുണ്ട്.
ഗൈസ് അപ്പോൾ ഇത് ഞാൻ വീണ്ടും നെയ്റോസ്റ്റ് ഓർഡർ ചെയ്തതാണ്. അച്ഛൻ മസാല ദോശ ആയില്ലേ? മസാല ദോശ അല്ല, സ്പെഷ്യൽ. നമുക്ക് വന്നിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 340 ആണ് ഗൈസ്. മധുരൈ വെജ് ജംഗ്ഷൻ. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ദോശയൊക്കെ കഴിച്ച് പോകും കേട്ടോ. ഈ ഹോട്ടൽ വരുന്നത് ഇരിങ്ങാലക്കുട കാട്ടൂർ റൂട്ടിലാണ്. ഇരിങ്ങാലക്കുട കാട്ടൂർക്ക് പോണ റൂട്ടിലാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. സോ നല്ല ഫുഡായിരുന്നു. വേണ്ട ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് മൈതാനത്താണ്, ഇരിങ്ങാലക്കുട മൈതാനത്ത്. അപ്പോൾ ഇവിടെ ഒരു കളരിപ്പയറ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒന്ന് കയറിയിട്ട് പോവാന്ന് വെച്ചു. പിന്നെ ഇവിടെ കണ്ടോ വലിയ ടെൻറ്റും കാര്യങ്ങളും കണ്ടോ. ഇവിടെ ഫ്ലവർ ഷോ വരുന്നുണ്ട്. അത് എന്നാന്ന് അറിയില്ല, നാളെ തൊട്ടാന്ന് തോന്നുന്നു. ഫ്ലവർ ഷോയും കാര്യങ്ങളും സ്റ്റാർട്ടാവുന്നുണ്ട്. വൈകിട്ടൊക്കെ നല്ല പരിപാടികളുണ്ടാവും ഇവിടെ. ഏറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. 2016 കളരിപ്പയറ്റിലെ കേരള ഉറുമി വീശൽ പന്തം വീശൽ വേദിയിൽ ആരംഭിക്കുന്നു പന്തപ്പയറ്റ്. നന്ദി, നമസ്കാരം. അടുത്തതായി ചുവട്ടടി അവതരിപ്പിക്കുന്നത് നാളെ തൊട്ട് ഫ്ലവർ ഷോ സ്റ്റാർട്ടാകും. നല്ല സെറ്റ്, അതിൻ്റെ ഉള്ളിൽ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ടെൻറ്റിൻ്റെ ഉള്ളിൽ.
ചെറുതായിട്ട് കണ്ടതാണ്. ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണ്. നമ്മുടെ അവിടെ ഹോട്ടലിൽ ചായയുടെ സമയം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ചായയുടെ ഇത് കാണുന്നുണ്ട്. അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അല്ലെങ്കിൽ ഇവിടെ ചെറു തട്ടുകട ഉണ്ടുകൊണ്ട് അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോകാം. ഒരു ചായ ഇവിടെയാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വരുന്നത്. ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ ഇരിങ്ങാലക്കുട ഫ്ലവർ ഷോ ഞാൻ പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ അത് കാണാനായിട്ട് വന്നിരിക്കില്ല. ഹായ് ഗായ്സ്, നമ്മളിവിടെ വന്നിരിക്കുകയാണ്. നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് സാധനങ്ങൾ നമ്മൾ കാട്ടിത്തരാം. ആലു പക്കോട നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. റോളർ കോസ്റ്ററിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യലി അപ്പോൾ ഇത് സ്റ്റാർട്ടായില്ലേ? ഇതാണ് VR ആണ്. ചിലപ്പോ 2 മണിക്കൂർ കത്തി വെച്ചിട്ട് ഞാൻ മെസ്സേജ് ഇടാം. സേഫ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മധുരയിലേക്ക് വന്നു ഫുഡ് കഴിക്കാനായിട്ട്. ചിലപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇവിടെ വെച്ച് നിർത്തുന്നു, ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ചിലപ്പോൾ എടുക്കില്ല. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ചിൽത്തൻ ബൈ ബൈ.